ഹായ് ഫ്രണ്ട്സ്, ഇന്നേക്ക് ഞാനൊരു വീഡിയോ കാണിക്കാൻ പോവാണ്. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിറൻ റൈസിൻ്റെ ഒരു റോസ്റ്റഡ് അവിലാണ്, മട്ട റോസ്റ്റ് അവിൽ. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി ഫേസ്ബുക്കിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്കും ഒരു മനസ്സിലുണ്ടായിരുന്ന സംശയമായിരുന്നു, ഇതെനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടൊരു അവിലിൻ്റെ അതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കഴുകിയാലുണ്ടായിരുന്ന അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പവിറൻ റൈസിൻ്റെ ഒരു പാക്കറ്റാണ്, 1 കിലോയുടെ പാക്കാണ്. ഇതിൻ്റെ ഡേറ്റും കാര്യമൊക്കെ ഇതിലുള്ള അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണിത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പം ഡേറ്റൊക്കെ ക്ലിയർ അല്ലേ. അപ്പം ഞാനിത് ഈ അവിൽ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണ്, ഒരു കാലി ജാറിൻ്റെ അകത്തേക്ക് കഴുകാൻ വേണ്ടി. ഇത് കാലി ജാറ് മാത്രമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം. ഇത് കഴുകി നോക്കിയാലുണ്ടാകുന്ന സ്ഥിതി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, അതിന് മുമ്പ് കുറച്ച് ടിഷ്യൂ എടുക്കണം. കാരണം ഇത് നല്ല വെളുപ്പുള്ള ഭാഗത്തു നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യമാവും. അപ്പോൾ അതിന് കുറച്ച് ടിഷ്യൂ കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാനത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കഴുകാൻ പോവാണ്. നിങ്ങളിത് കാണാം. ആദ്യം ഇതിവിടെ അടച്ചു വയ്ക്കണം. നോക്ക്, ഈ കളറ് ശരിക്കും കാവിയുടെ കളറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലുള്ള മട്ടയുടെ കളറെന്ന് പറയുന്ന കളർ മുഴുവൻ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേറിയാണ്. മട്ടയുടെ അല്ല കളർ. അപ്പോൾ ഈ കളർ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഇത് കണ്ടോ, ഒന്നുകൂടെ കഴുകുന്നതനുസരിച്ച് ഇതിൻ്റെ നിറം വെളുത്ത് വരികയാണ്. നല്ല തോള പോലെയായി വരും. ഇനി ഇത് കണ്ടോ, ഇത് കഴുകിയതിന് ശേഷം ഇവിടെ പിടിച്ചിരിക്കുന്ന കാവിയുടെ ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ മട്ട റൈസ് അവില് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്താക്കുന്ന സാധനം. ഇനിയെങ്കിലും ആളുകൾ ചിന്തിക്കുക, നമ്മളെന്താണ് കഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത്രയും അഴുക്ക് സാധനമാണ് നമ്മളകത്താക്കുന്നത്. അവല് സാധാരണഗതിയിൽ ആരും കഴുകിയിട്ട് അല്ല കഴിക്കുന്നുള്ളത് അത് അവർക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് തീർച്ചയായും നിങ്ങളിത് കണ്ടിരിക്കണം. അപ്പം തീർച്ചയായും നിങ്ങൾ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാക്സിമം ഈ പവിറൻ റൈസിനെ നിങ്ങൾ ബഹിഷ്കരിക്കുക. നിയമ നടപടിക്ക് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകുക. ഒന്നുകൂടെ കഴുകുന്നതനുസരിച്ച് ഇതിൻ്റെ നിറം വെളുത്ത് വരികയാണ്. നല്ല തോള പോലെയായി വരും. ഇനി ഇത് കണ്ടോ, ഇത് കഴുകിയതിന് ശേഷം ഇവിടെ പിടിച്ചിരിക്കുന്ന കാവിയുടെ ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ മട്ട റൈസ് അവില് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്താക്കുന്ന സാധനം. ഇനിയെങ്കിലും ആളുകൾ ചിന്തിക്കുക, നമ്മളെന്താണ് കഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത്രയും അഴുക്ക് സാധനം. ഹായ് ഫ്രണ്ട്സ്, ഇന്നേക്ക് ഞാനൊരു വീഡിയോ കാണിക്കാൻ പോവാണ്. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിറൻ റൈസിൻ്റെ ഒരു റോസ്റ്റഡ് അവിലാണ്,
മട്ട റോസ്റ്റ് അവൽ. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി ഫേസ്ബുക്കിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്കും ഒരു മനസ്സിലുണ്ടായിരുന്ന സംശയമായിരുന്നു, ഇതെനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടൊരു അവലിൻ്റെ അതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കഴുകിയാലുണ്ടായിരുന്ന അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പഴം റൈസിൻ്റെ ഒരു പാക്കറ്റാണ്, 1 കിലോയുടെ പാക്കാണ്. ഇതിൻ്റെ ഡേറ്റും കാര്യമൊക്കെ ഇതിലുള്ള അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണിത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പം ഡേറ്റൊക്കെ ക്ലിയർ അല്ലേ. അപ്പോൾ ഞാനിത് ഈ അവല് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണ്. ഒരു കാലി ജാറിൻ്റെ അകത്തേക്ക് കഴുകാൻ വേണ്ടി. ഇത് കാലി ജാറ് മാത്രമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം. നോക്ക്, ഈ കളറ് ശരിക്കും കാവിയുടെ കളറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലുള്ള മട്ടയുടെ കളറെന്ന് പറയുന്ന കളർ മുഴുവൻ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേറിയാണ്. മട്ടയുടെ അല്ല കളർ. അപ്പോൾ ഈ കളർ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഇത് കണ്ടോ, ഇത് കഴുകി നോക്കിയാലുണ്ടാകുന്ന സ്ഥിതി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അതിന് മുമ്പ് കുറച്ച് ടിഷ്യൂ എടുക്കണം, കാരണം ഇത് നല്ല വെളുപ്പുള്ള ഭാഗത്തു നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പോൾ അതിന് കുറച്ച് ടിഷ്യൂ കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാനത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കഴുകാൻ പോവാണ്. നിങ്ങളിത് കാണാം. ആദ്യം ഇതിവിടെ അടച്ചു വയ്ക്കണം.